ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിലത്തെ പുതിയ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്. ഇത് നന്ദു, ഇത് റോണോ. ഹൈ കൊടുക്കൂ നന്ദു. ബാക്കിൽ ഒരാളുണ്ട്, അതാണ് ജസ്ന. അത് വഴിയെ നമുക്ക് കാണാവളെ. അതെ, കണ്ടോ, ആ തമ്പൊക്കെ അവിടെ ഉണ്ടോ. അതെ, അപ്പോൾ ഇനി വരുന്ന നമ്മുടെ വീഡിയോസൊക്കെ കോളേജ്, ഹോസ്റ്റല് അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ റിലേറ്റഡ് ആയിരിക്കും. ഫുൾ ഫൺ വീഡിയോസ് ആയിരിക്കും ഇങ്ങനെ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരമാവധി ഫണ്ണാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആണ്. അത്യാവശ്യം ചലഞ്ചിങ് ആയിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും. കാരണം എന്നെയാണല്ലോ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതെ വിഷയം ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ തന്നെ ചിരിക്കുന്നു വിചാരിക്കരുത്. സാധാരണ ഇവിടെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഈ ചാലഞ്ചിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റൂൾസ് നമ്പർ 1, അതായത് 2 ലോട്ട് ഉണ്ടാവും. ഒന്നും രണ്ടൊന്നൊക്കെ വെച്ചിട്ട് 2 ലോട്ട് ഉണ്ടാവും. അത് ഇവരെ കൊണ്ട് എടുപ്പിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ലോട്ട് ഏതാണോ ആ ലോട്ടിലത്തെ പ്രൊഡക്റ്റ് മാത്രമേ ഇവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ റൂൾ നമ്പർ 2, ഈ ഒരു പോർഷൻ മാത്രമേ റോണോക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പോർഷൻ മാത്രമേ നന്ദുവിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾ കിട്ടുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യണം. പിന്നെ റൂൾ നമ്പർ 3, ഇവർക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റും ഇവർ യൂസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. ഓക്കെ, ഈ ഒരു 3 റൂൾസ് മാത്രമേ ഉള്ളൂ. ഗൈസ്, ഒരു തിങ് കൂടെ ഉണ്ട്. എന്താ? ലോട്ട് ചെയ്താൽ നമുക്ക് മടിയുണ്ട്, നമുക്ക് കൈ വെച്ച് 1 2 കാണിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇവൾ കണ്ണടച്ചിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം അവൾ തൊടും. അപ്പോൾ ആ പ്രൊഡക്റ്റ് അവൾക്ക്. അടുത്ത പ്രാവശ്യം ഞാൻ അവളെ സെയിം ഇതേപോലെ ചെയ്യും. അപ്പോൾ അവൾ തൊടുന്ന പ്രൊഡക്റ്റ് ഇവൾക്ക്, മറ്റേ പ്രൊഡക്റ്റ് ഉണക്കി പോകും. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു സ്ട്രോപ്പ് ക്രീമും, ഫേസ് കാനയുടെ സ്ട്രോപ്പ് ക്രീമും പിന്നെ ഒരു ഫൗണ്ടേഷനും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് റോണോന്ന് സ്റ്റാർട്ട് ചെയ്യാം. റോണോ കണ്ണെടുക്ക്. റോണോ ചീറ്റിംഗ് ഇല്ല, കണ്ണടക്കണം. നല്ല പോലെ കണ്ണെടുക്കണേ. എടുത്തോ. അപ്പൊ അവർക്ക് കിട്ടിയ സാധനങ്ങള് ഇതൊക്കെയാണ് നന്ദൂര് കിട്ടിയത്, ഇതൊക്കെയാണ് അക്കൗണോര് കിട്ടിയത്. അപ്പൊ നമുക്ക് ശരിക്കുള്ള ചലഞ്ചിലേക്ക് പോകാം ഗൈസ്. എന്റെ മുഖം ഞാൻ 2ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം പറയാൻ വിട്ടോ, ഇവർക്ക് രണ്ടുപേർക്ക് മേക്കപ്പിനെ കുറിച്ച് അത്ര നോളജ് ഒന്നും ഇല്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് നോക്കാം. ആദ്യം ഏത് മോയ്സ്ചറൈസർ ഇടുമോ, ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല അവർക്ക്. ബേസിക്കലി അറിയാം, സ്മെല്ലൊക്കെ ചെയ്തൊക്കെ ഇതാദ്യം ഞാൻ പിന്നീട് ചോദിച്ചാ നീ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നും പറയില്ല. അവര് ഈ ഫൗണ്ടേഷൻ നല്ല മണമാണ്. ആദ്യം ഫൗണ്ടേഷൻ മണം തുടങ്ങി. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് മൊത്തം തീർത്താ കുഴപ്പമുണ്ടോ? ഉണ്ട്, ആവശ്യത്തിന് എടുത്താ പോലെ. പറ്റത്തില്ല. നീ എനിക്കിത് തന്നതാ. ഈ ബോട്ടിൽ ഫുള്ള് എനിക്കെന്ന് പറഞ്ഞു. അല്ലേ? ഇന്ന് കോർക്കും പോയി. പെയിന്റ് അടിക്കണോ? ആന്റി ഇരുന്നു. പിടിക്കട്ടെ. സാധാരണ നമ്മള് രാവിലെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് 2 റൗണ്ട് നടക്കാനാണ് അല്ലേ? അങ്ങനെയല്ലേ? ഫൗണ്ടേഷനും അവര് മിണ്ടാണ്ടിരി, അവരെന്താ വെച്ചാ ചെയ്യട്ടെ. എല്ലാ സാധനവും യൂസ് ചെയ്യണേ. എന്നോട് ഗൗരി, ഇതെന്താ സാധനം, നമുക്ക് സൂപ്പർ ആയിട്ടുണ്ട്.
ഇവര് മറ്റേ ഡാൻസിനൊക്കെ പിള്ളേരൊരിക്കലും മേക്കപ്പ് വാരി പൊത്തുന്നുണ്ട് ഗൈസ്. അങ്ങനെയാണ്. നീ എന്താ വിചാരിച്ചു? നന്ദു വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട്. ഭംഗിയാട്ടോ നോക്കുന്നേ. നമുക്ക് മുമ്പ് ഡാൻസിന് മാത്രം ഒരുങ്ങിയിട്ടുള്ളൂ. അന്നേരം ഇങ്ങനെ റോണോ എന്താണ് കോമ്പാക്ട് ഇട്ടതിന് ശേഷം സ്ട്രോക്ക് ക്രീം ഇടുന്നുണ്ട്. അപ്പൊ നോളജിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാം. കണ്ണിന്റെ മേലൊക്കെ വാരുന്നു. ഗൗരി ഇതെങ്ങനെ കഴുകാൻ പോകുന്ന കൂടെ ആലോചിക്കണം കേട്ടോ. സെന്ററിലൊരു വര ഉണ്ടായിരുന്നു, അതാരും മായ്ച്ചളല്ലേ. എന്റെ സ്പേസിലാണ് ഇപ്പൊ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദു ചെയ്യണം. അതാ എനിക്കത് തികയുന്നില്ല സ്വന്തം സ്ഥലം. അതാ ചെയ്യാന് ഇവിടെ വലിയ ഈശ്വരോ ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. സ്വന്തം തറവായി തന്നെ പോലും തിരിച്ചറിയത്തില്ല. ഇപ്പോഴാണ് സുന്ദരി. ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും വൈറ്റ് കാസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് കാണുന്നില്ല നമ്മളെ പോടി. നന്ദു മേക്കപ്പാണ് ചെയ്യേണ്ടത്. നന്ദു ചെറുതായിട്ട് റോണോന്റെ സ്ഥലം കൈയൊരു അത് തുടച്ചളാം. അതൊക്കെ എടുത്ത് മാറ്റം കൊണ്ട് നിനക്കാണ്. റോൾസ് തെറ്റിക്കരുത്, പോയിന്റ് പോവും. അതെ ഇപ്പൊ ഒരു പോയിന്റ് പോയിട്ടുണ്ടേ. എങ്ങോട്ടൊക്കെ തുറക്കും. തുറന്നല്ലോ. വേണ്ട എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്താ ആവശ്യത്തിന് പറ്റും. കൊള്ളാടി. ഇനി ഞാൻ ഡാൻസിന് പറഞ്ഞുവിടാൻ പോവേ. എടി ഇതിന്റെ അകത്തൊന്നും ഇല്ല. അതൊക്കെ ഉണ്ട്, ഉള്ള ചട്ടാതി. അതൊന്നും പറഞ്ഞിട്ട് വരില്ല. ഞാൻ തൊടും. നീ വേണമെങ്കിൽ എടുക്കോ. വെയിറ്റ് ഒരാൾ കണ്ടായത് തണ്ടില്ലേ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അവളെ സ്ഥലത്തല്ലല്ലോ, ഞാൻ എന്റെ സ്ഥലത്തല്ലേ. ഞാൻ തട്ടിക്കേ. നീ കണ്ടപ്പോ ഞാൻ തട്ടിക്കേ. തട്ടിച്ചു പോയാ ഞാൻ കണ്ണെന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. റോണോ സ്മോക്ക് ചെയ്യാക്കുന്നുണ്ട്. അതെ സ്മോക്കി ആയിരിക്കാലോ ഗോലി. ഒന്നും പറയട്ടെ. നീ വരെ പറഞ്ഞു നോക്ക്. പറയുന്നതൊക്കെ ചെയ്യാം നമ്മള്. ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു ഗൗരി. ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. കണ്ടോ അവിടെ ക്രീമൊക്കെ ഇങ്ങ് പറ്റി പിടിച്ചിരിക്കുക. എന്റെ ദൈവമേ. പറ്റത്തില്ല. അവള് കണ്ടത് വൈദ്യം തിരിയാന്നാ. അതെ ഞാൻ കണ്ടത് വെച്ചാൽ മതി. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകണമായിരിക്കും എനിക്ക് നല്ലത്. ഞാൻ ഇട്ട സാധനമൊക്കെ ഇതിൽ നിന്ന് തിരിച്ചു വരുന്നു. അത് ആവശ്യത്തിനേ ഇടാൻ പാടുള്ളൂ. ആന്റി ഇരുന്നു. ഞാൻ വിയർക്കുന്നു. നോക്കട്ടെ. അങ്ങനെ ഈ ഭാഗം മാത്രം ആക്കി അങ്ങനെ അതിന്റെ തില്ലേടി. കുറച്ച് വെള്ളം വെച്ച് കിടക്ക്. എന്താ വരാത്തേ? ഇത് തീർന്നു ജോലി. ഇത് തീർന്നു ജോലി. അത്രേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ഇനിയിപ്പൊ എങ്ങത്തി എന്റെ കൊച്ചിന് ചുണ്ടങ്ങ് കൊണ്ടുപോലെ നന്നാക്കാനുള്ള ചുണ്ടായത്. ആകെ ഇത്ര ഉള്ളൂ. ഇത്ര ഭാഗ്യമുള്ളൂ. എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു. നീ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ല അവിടെ നിൽക്കുമ്പോ ഇവിടെ കണ്ണിങ്ങനെ ആക്കണോ? ഇതിന്റെ അകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. മറ്റേ ഇതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇരിക്കുന്നത് മൊത്തം. ഇത്ര ചുണ്ടല്ലേ എനിക്കുള്ളത്. മേലെ ആക്കടി മോളെ. എന്താ പേടിയാവുന്നു എനിക്ക്. എനിക്കെന്താ ഇത്ര വിശ്വാസമില്ല. കണ്ണൂർക്ക് ഗോലി. ജെസ്സിക്കൊന്നും പറയാനില്ലേ ഇതൊക്കെ കണ്ടിട്ട്? ഗൗരിയുടെ ജെസ്സിക്ക് ഇവിടെ വന്നിരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നോ നെവർ. എവിടെ എപ്പോഴേലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം.
തുടക്കെന്തെങ്കിലും സാധനം വേണം. തുടക്കെന്തെങ്കിലും തുടങ്ങി വേറെ നോട് തുടച്ച് കഴിഞ്ഞു. നീ കണ്ണെഴുതി കഴിഞ്ഞോ? കണ്ണെഴുത പോണതേ ഉള്ളൂ. നന്ദു കുറച്ച് ലേറ്റാണ്, എന്നാലും ലേറ്റ് ആയതാണ് കേട്ടിട്ടാണ്. അതെ, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരുന്ന വാദ്യത്തോടെ നന്ദു തുടരുകയാണ്. ഇത് പൊളിക്കുന്നു. എന്ത് ഡാൻസിന് ഇറക്കാൻ പോവാ ഗൗരിയെ. നാടുകൂടി നൃത്തം ഗൗരിയുടെ മേക്കപ്പ് ചെയ്യാണ്. മേക്കപ്പ് എല്ലാം ചെയ്യാൻ പറ്റുമോ? ഡാൻസ് എല്ലാം ഉദ്ദേശിച്ചത് ഡാൻസിന് ഇറക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മേക്കപ്പ് ആണ്. ഇവിടെ ഉദ്ദേശിച്ചത് മറ്റേ ഡാൻസിന്റെ മേക്കപ്പ്. പക്ഷേ അങ്ങനെ ഉദ്ദേശിച്ചത് ആയി വന്നപ്പോ ആയിപ്പോയത്, അപ്പൊ പിന്നെ അതാക്കാം. അതെ, നീ എന്നും എന്റെ കൊച്ചിനെ മര്യാദയ്ക്ക് ഒരുക്കിക്കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ അത് മറന്നു ഇങ്ങനെ ഇരുന്നു. വിഷയം ഇങ്ങനെ മറ്റേ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ ഇതും കൂടെ ചെയ്തേക്കാൻ പറ്റത്തില്ല. അതിന് തൊട്ടില്ലേ, അതൊക്കെ വെച്ചിട്ട് വേണ്ടേ ചെയ്യാനോ? എല്ലാ സാധനങ്ങളും എടുത്തോ നന്ദു നീ? ഞാൻ എല്ലാം ഇനി എന്തേലും ഉണ്ടോടി ബാക്കി? എന്താ ചുരി? എന്തോ ഇവിടെ കണ്ണ് 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 അടക്കി അടക്കി. അങ്ങനെ പ്രൊഫഷണൽ ആകുന്നുണ്ട്. ഈ സാധനം വേണ്ട കേട്ടോ ഇവിടെ. ഈ സാധനം ഇവിടെ ഇരിക്കുന്നതാണ് കോമഡി ആവുന്നു. അതിനകത്ത് കളഞ്ഞ നല്ല ഞാനെന്തിനാ ഇങ്ങനെ വിയർക്കുന്നേ? ഇപ്പൊ ഏതാണ്ട് 2 സെയിമായി. എനിക്ക് തോന്നുന്നത് കോളായി എന്നാണ്. ഞാൻ തോന്നുന്നതാ നിനക്ക്? ഉറപ്പായിട്ടും തോന്നുന്നതാ. ഇവര് നിന്നെ അങ്ങനെ ചെയ്യൂ? എനിക്ക് കുറച്ചുകൂടെ ചെയ്യണം. ഇവിടെ കണ്ടിട്ടെന്റെ ഇവിടെ ഭയങ്കര വെളുത്തിരിക്കുന്നു. നീ ഇവര് കൈവിൽ വിശ്വസിക്കണം. ഇവിടെ എന്റെ മൂക്ക് നോക്കുമ്പോ അധികം എന്താടി ഇതിങ്ങനെ പിടിക്കാത്തേ? നിനക്ക് സാധനം വേണോടി? പിന്നെ ഇടി ഇതീടുന്നല്ല. ഡാൻസിന് പോണ വേണ്ടി ആവുന്നില്ല അടി. നീ കോളാക്കല് മാറിയുണ്ട്. അതിന്റെ ഡാൻസിന് പോകുമ്പോ അത് ഇത് ഡാൻസിന് പോകുന്നല്ല നന്ദു. എനിക്ക് ഫൗണ്ടേഷൻ വേണം. ഫൗണ്ടേഷൻ വേണം. റോണോ 2 മേക്കപ്പ് ഇടാനുള്ള സമയമായി. ഗൗരി രാവിലെ ഒരുങ്ങാൻ എത്ര സമയം എടുക്കും നിനക്കറിയോ? അത്ര ഒന്നും എടുക്കൂല. ഞാൻ ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, പിന്നെ മറ്റേ കുട്ടിക്കുറ പൗഡർ, ഒരു പൊട്ട്, പിന്നെ കണ്ണെഴുതും പൊട്ടോട്ടും, കുറച്ച് ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക് അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇതെങ്കിൽ ക്ലാസ്സിൽ പോയി കണ്ണ് കണ്ണ് കണ്ണിന്റെ കണ്ണടച്ചു. കഴിഞ്ഞാ എൻ്റെ ലുക്ക് കാട്ടിക്കോ. ലുക്ക് ദിസ് ഇസ് ബൈ റോണോ, ദിസ് ഇസ് ബൈ എന്റെ ലുക്ക് എനിക്ക് കാണിച്ചു ആരെങ്കിലും ഒരു കണ്ണട തരും. ഗൈസ്, അപ്പൊ നമ്മള് ഗൗരിയുടെ ഫേസ് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. കഴിവാക്കുന്ന മാറിയിരിക്കുന്നില്ല. ആ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടേ, ആ കണ്ണട എന്താ എക്സ്പ്രഷൻ കണ്ടേ? എങ്ങനെയുണ്ട്? കുറച്ചേരം മുന്നേ പറഞ്ഞായിരുന്നു ഇപ്പുറത്ത് വെള്ള അതെ, ഇപ്പുറത്ത് വെള്ളക്കളറ് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞു. വെള്ളക്കളർ ഇപ്പുറത്ത് ഇങ്ങനെ നോക്കുമ്പോ ഗൗരി ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഗൗരി 2 വാക്കൊക്കെ അതാ ഈ മൊത്തം ഞാൻ realize ഓക്കെ 2 മേക്കപ്പിനെ കുറിച്ച് ഗൗരി ലിപ്സ്റ്റിക് നോക്കണേ. വ്യക്തമായ സംഭവം എന്തൊക്കെയാ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട, അവര് ചെയ്താൽ മതി. ഓക്കെ, ഗൗരിയുടെ നിഗമനം കേൾക്കാം നമുക്കിനി. കട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ ചോദിച്ചു മോയ്സ്ചറൈസർ ഇട്ടിട്ട് എന്ത് മാങ്ങയുടെ
നീ ഇട്ടതെല്ലാം കറക്റ്റാ, പക്ഷേ എമൗണ്ട് കൂടി പോയി. അതല്ല ഈ സാധനം കൊള്ളത്തില്ല. എമൗണ്ട് കൂടിപ്പോയി. ഈ സാധനം കൊള്ളത്തില്ല. കൊള്ളത്തില്ല. നല്ല സാധന. ലാസ്റ്റ് വീണ്ടും നീ ആ സാധനം ഇടണ്ടില്ലെന്നു. അല്ലല്ല ആദ്യം ഇട്ടപ്പോഴും ഇത് കൊള്ളത്തില്ലായിരുന്നു. കൊള്ളത്തില്ല, അത് ആവശ്യത്തിന് ഇട്ടത്. ഉണങ്ങിയിട്ടിടണോ വരുന്നത്? ഉണങ്ങുന്ന വരെയുള്ള എനിക്ക് ക്ഷമയില്ലായിരുന്നു. റോണോ ഓർഡർ ഒക്കെ തെറ്റിയിട്ടാണെങ്കിലും കുറച്ചുകൂടെ വൃത്തിക്കായിട്ടുണ്ട്. ഇവളുടെ വിങ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിരികത്തിൽ തട്ടി മറ്റേ കണ്ണ്. ഗൗരി ഇനി നിർത്തിയിട്ട് രണ്ടിനെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്യും. ഓക്കെ, താരതമ്യം ചെയ്യും. ഇത് മൈക്കിൾ ജാക്സന്റെ വല്യപ്പാന്റെ മോനും അങ്ങനെ കേട്ട് വരും. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ സാധനങ്ങളെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിലും എന്ത് സാധനം എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇടണല്ലോ എന്ന് വെച്ചിട്ട് സാധനം പോലെ. പക്ഷെ ഞാനങ്ങനല്ല. അവക്ക് സാധനങ്ങളെ കുറിച്ച് ധാരണയുണ്ട്, കണ്ടുപരിചയമുണ്ട്. പക്ഷെ ഇത് എത്ര എമൗണ്ടിൽ ഇടണം എന്ന് അറിയത്തില്ല. എനിക്ക് വേണ്ടതല്ലായിരുന്നു പണി. പക്ഷെ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഏതാ നല്ലത്? മറ്റേ കാർക്കിച്ച് മറ്റേ നമ്മള് ചവയ്ക്ക് മുറുക്കിട്ട് അതേപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സാധനം കൊള്ളത്തില്ലായിരുന്നു. സാധനം കൊള്ളാത്തല്ല, നീ ചെയ്ത് കൊള്ളാത്തയാ. ഇതൊന്നും കൊള്ളത്തില്ലായിരുന്നു. കൊള്ളാൻ പൊളിച്ചായിരുന്നു. പറ ഗൗരി പറ. എനിക്ക് ഒരു ഡാൻസിന്റെ മേക്കപ്പ് അത് പറയുന്നു. അത് പിന്നെ ആക്കിയതാ. ഞാൻ ഇതില് പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും പറയുന്നില്ല. ഭീഷണിപ്പെടുത്തി ഫസ്റ്റ് മേടിക്കാൻ നോക്കുന്നു നന്ദു. പക്ഷെ റോണോ വിട്ടുകൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നീ എന്താ പറഞ്ഞേ? മേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. നിനക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്നെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സൈഡാണ്. ഈ ഒരു സൈഡ് എനിക്ക് കണ്ടിട്ട് വെറൈറ്റി എല്ലാരും പോലെ മറ്റേ സലീം കുമാറിന്റെ എല്ലാരെയും പോലെ ആവരുത്. പിന്നെ വല്ലതും നിങ്ങളുടെ മേക്കപ്പിനെ കുറിച്ചെല്ലാം പറയാനുണ്ടോ? എന്റെ മേക്കപ്പ് നല്ലല്ലേ? രണ്ടാൾക്കും ഒരു ഡിബേറ്റ് നടത്താ അവനാന്റെ മേക്കപ്പ് നല്ലതാന്ന് പറയാൻ. പറയാനുണ്ട്. എന്താണ് ജസ്റ്റ് എന്റെ മേക്കപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഈ സൈഡ് സലീം കുമാർ, ഈ സൈഡ് കഥകളി. കഥകളിയാ? ആ കണ്ണ് എഴുതിയതുണ്ടോ? ഈ സത് കണ്ണിന്റെ അത്ര ഇത് വലുതാക്കി ഇതില്ലേ? വേണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. നോക്കട്ടെടി. ഒരു ശർവരി അത് ഇത് വെച്ച് നോക്കുമ്പോ അത് നല്ലയാ. അങ്ങനെ തന്നെ പറയും ഞാൻ. പക്ഷെ മേക്കപ്പ് ഏതാ? ഇതാ നീ ഒരാളത്ത് ചെന്ന് ഇവിടെയാണോ മേക്കപ്പ് ചെയ്ത് ഇവിടെയാണോ മേക്കപ്പ് ചെയ്തെന്ന് ചോദിക്കാം. അപ്പൊ അവരെന്ത് പറയും? ഇവിടെ ചെയ്ത് പറയൂ. ഇപ്പൊ മനസ്സിലായല്ലോ ഗൈസ് ഇവരുടെ നോളേജ് ഇതിനെ കുറിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു റൗണ്ട് കൂടെ പോകും. ഇൻട്രസ്റ്റ് ആയി ഗൈസ്. ഇതിന്റെ പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ അല്ല കമന്റ് ചെയ്താൽ പാർട്ട് 2 നമുക്ക് ഇറക്കാം. ഉറപ്പായിട്ടും ഇറക്കാം. നീ ഇവിടെ നിങ്ങൾ അങ്ങനെയാക്കാം പാർട്ടീഷൻ. അതെല്ലാം നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. പിന്നെ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാൻ? ഇനി ഇങ്ങനത്തെ നല്ല നല്ല പരിപാടികളുണ്ടെങ്കിൽ എന്ത് ചലഞ്ച് ഉണ്ടെങ്കിലും കമന്റ് ബോക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. ബെല്ലൈക്കൻ കുത്തിപ്പൊട്ടിക്കുക. ആ ശബ്ദം വേണം കേട്ടോ. അതെ, ആ ടിങ് ടിങ് കേട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കാം. അതാ ഒരു പണി വാങ്ങിച്ചിരിക്കണം. അത് അവർക്ക് കേൾക്കണ്ടേ? കേൾപ്പിച്ചെടുക്കണ്ടേ? മന്ത്രപതി അപ്പൊ ശരി, നമ്മൾ നിർത്തുകയാണ്. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. നാളത്തെ കലാപരിപാടി വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ ബൈ. ബൈ. ബൈ.